നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലപ്പുറം എസ്.പിയെ പൊതുവേദിയിൽ അധിക്ഷേപിച്ച് PV അൻവർ MLA. ആശങ്കയായി മങ്കി പോക്സ്. ഇന്ത്യയിലും ജാഗ്രത. വിമാനത്താവളങ്ങളിലും അതിർത്തികളിലും പരിശോധന. കൊൽക്കത്ത ബലാത്സംഗ കൊല. പോലീസ് എന്ത് ചെയ്യുകയായിരുന്നെന്ന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. യുക്രൈൻ സന്ദർശിക്കാൻ മോദി. കീവിലേക്കുള്ള യാത്ര പോളണ്ടിൽ നിന്ന് ട്രെയിൻ മാർഗം. ഗാസയിൽ ബന്ദികളാക്കപ്പെട്ട 6 പേരുടെ മൃതദേഹം കണ്ടെത്തിയെന്ന് ഇസ്രായേൽ സൈന്യം. വാർത്തകൾ വിശദമായി. മലപ്പുറം ജില്ലാ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിനിടെ വേദിയിൽ വെച്ച മലപ്പുറം SP S ശശിധരനെ അധിക്ഷേപിച്ച് PV അൻവർ MLA. പരിപാടിക്ക് SP എത്താൻ വൈകിയതിൽ പ്രകോപിതനായാണ് PV അൻവർ MLA രൂക്ഷ വിമർശനം നടത്തിയത്. MLAയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെ പരിപാടിയിലെ മുഖ്യപ്രഭാഷകനായിരുന്ന SP S ശശിധരൻ ദീർഘപ്രസംഗത്തിന് തയ്യാറാവാതെ വേദി വിട്ടു. IPS ഓഫീസർമാരുടെ പെരുമാറ്റം പോലീസ് സേനയ്ക്ക് ആകെ നാണക്കേടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് PV അൻവർ MLA രൂക്ഷ വിമർശനം നടത്തിയത്. വാഹന പരിശോധന, മണ്ണെടുക്കലിന് ഉൾപ്പെടെ അനുമതി നൽകാത്തത്, തന്റെ പാർക്കിലെ റോപ്പ് വേ ഉണ്ടാക്കിയ ഉപകരണങ്ങൾ ഉൾപ്പെടെ കാണാതെ പോയിട്ടും അന്വേഷണം ഉണ്ടായിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞാണ് IPS ഉദ്യോഗസ്ഥരെ PV അൻവർ MLA രൂക്ഷ വിമർശനം നടത്തിയത്. ഈ പരിപാടിയിൽ പോലും SP എത്താൻ വൈകിയെന്ന് അൻവർ MLA പറഞ്ഞു. ചില പോലീസുകാർ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്, അതിൽ റിസർച്ച് നടത്തുകയാണ് അവർ. സർക്കാരിനെ മോശമാക്കാൻ ചില പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയാണ്. കേരളത്തെ ബുദ്ധിമുട്ടിക്കുക എന്ന കേന്ദ്രത്തിന്റെ ആവശ്യത്തിന് കുടപിടിക്കുന്നതാണിത്. ഇപ്പോൾ നടക്കുന്ന ഈ പരിപാടിക്ക് താൻ SPയെ കാത്ത് ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി വന്നു. അദ്ദേഹം ജോലി തിരക്കുള്ള ആളാണ്, അതാണ് കാരണമെങ്കിൽ ഓക്കെ. അല്ലാതെ താൻ കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടെ എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ SP ആലോചിക്കണമെന്നും PV അൻവർ MLA രൂക്ഷ വിമർശനം നടത്തി. ഇങ്ങനെ പറയേണ്ടി വന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ പറയാതെ നിവൃത്തിയില്ല. പോലീസിന് മാറ്റം ഉണ്ടായേ തീരൂ, അല്ലെങ്കിൽ ജനം ഇടപെടും. 1-2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, അത് പറഞ്ഞാൽ സദസ്സ് വഷളാവുമെന്നും PV അൻവർ പറഞ്ഞു. തുപ്പലിറക്കി ദാഹം തീർക്കുന്ന സർക്കാരല്ല ഇത്. പെറ്റി കേസിനായി പോലീസിനെ കോട്ട നിശ്ചയിച്ചിരിക്കുകയാണെന്നും PV അൻവർ MLA ആരോപിച്ചു. തന്റെ പാർക്കിലെ 2000-ലധികം കിലോ ഭാരം വരുന്ന റോപ്പ് മോഷണം പോയി. 8 മാസം കഴിഞ്ഞിട്ടും ഇതുവരെ പ്രതികളെ പിടിച്ചിട്ടില്ല. മലപ്പുറം SP ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, പ്രതിയെ കണ്ടെത്താനായില്ല. ഒരാളെ വിളിച്ചു വരുത്തി ചായ കൊടുത്തു വിട്ടു. ഏത് പൊട്ടനും കണ്ടെത്താവുന്നതല്ലേയുള്ളൂ. തെളിവ് സഹിതം നിയമസഭയിൽ ഇക്കാര്യങ്ങൾ ഉന്നയിക്കുമെന്നും PV അൻവർ MLA പറഞ്ഞു. 10 മണിക്ക് അങ്ങനെ സമ്മേളനം പറഞ്ഞാലേ ഇവിടെ 27 മിനിറ്റ് ഞാൻ കാത്തിരുന്നു. ഒരു കുഴപ്പമില്ല. അദ്ദേഹം തിരക്ക് പിടിച്ച ഓഫീസറാണ്. ആ തിരക്കിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരായിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല, നമ്മൾ ആരും കാത്തൊക്കെ തയ്യാറാം. പക്ഷെ അവൻ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വരാതിരുന്നെങ്കിൽ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. റിട്ടയർ ചെയ്യുന്ന പല ഉദ്യോഗസ്ഥന്മാർ വീട് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ അന്തം വിടുന്നു. കാലം വരെ ആഫ്രിക്കയിൽ വരെ പോയി അധ്വാനിച്ചിട്ട് നമുക്കിങ്ങനെ ഒരു വീട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 9 ലക്ഷം വില വരുന്ന റോപ്പ് വേക്ക് ഉപയോഗിച്ചിരുന്ന സ്റ്റീൽ കേബിൾ കൊണ്ടുപോയിട്ട് 5-8 മാസമായി. 3 പ്രാവശ്യം ജില്ലാ പോലീസ് സൂപ്രണ്ടറെ വിളിച്ചു, ഒരു വിവരമില്ല. കൊൽക്കത്ത സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ദേശീയ ദൗത്യ സംഘത്തിന് രൂപം നൽകി സുപ്രീം കോടതി. നാവികസേന മെഡിക്കൽ വിഭാഗം മേധാവി സർജൻ വൈസ് അഡ്മിറൽ ഡോക്ടർ R. സരിന്റെ നേതൃത്വത്തിലാണ് സംഘം രൂപീകരിച്ചത്. ഡോക്ടർമാർക്കെതിരായ അക്രമം തടയാൻ കേരളത്തിലടക്കം നിയമമുണ്ടെങ്കിലും മെഡിക്കൽ രംഗത്തെ സുരക്ഷാ വീഴ്ച തടയാനാവുന്നില്ലെന്നും കോടതി നിരീക്ഷിച്ചു. കൊൽക്കത്ത സംഭവത്തിൽ വ്യാഴാഴ്ച തൽസ്ഥിതി അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ CBIയോട് കോടതി നിർദ്ദേശിച്ചു. പശ്ചിമ ബംഗാളിൽ ഗുരുതരമായ ക്രമസമാധാന തകർച്ചയുണ്ടായെന്ന് കേന്ദ്രം കോടതിയിൽ കുറ്റപ്പെടുത്തി. കടുത്ത ആശങ്കയും ഞെട്ടലുമുണ്ടാക്കുന്ന സംഭവമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലയിൽ സ്വമേധയാ എടുത്ത കേസ് കോടതി പരിഗണിച്ചത്. രാജ്യമൊട്ടാകെയുള്ള ആരോഗ്യ പ്രവർത്തകർ സുരക്ഷയിൽ വലിയ വെല്ലുവിളി നേരിടുന്നുവെന്ന് നിരീക്ഷിച്ചാണ് ദേശീയ തലത്തിൽ 10-അംഗ ദൗത്യസംഘത്തിന് കോടതി രൂപം നൽകിയത്. നാവികസേന മെഡിക്കൽ വിഭാഗം മേധാവി നേതൃത്വം നൽകും. എയിംസ് ഡയറക്ടറും അംഗമാകും. ക്യാബിനറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള സെക്രട്ടറിമാർ അനൌദ്യോഗിക അംഗങ്ങളുമാകും. വനിതാ ജീവനക്കാരാണ് ആശുപത്രിയിൽ കൂടുതൽ അക്രമങ്ങൾക്കിരയാകുന്നതെന്ന് കോടതി നിരീക്ഷിച്ചു. അവരുടെ ജീവൻ രക്ഷിക്കാൻ സംവിധാനങ്ങളുടെ വലിയ പോരായ്മയുണ്ട്. കേരളത്തിലടക്കം നിയമമുണ്ടെങ്കിലും പര്യാപ്തമല്ല. ഭക്ഷണം പോലുമില്ലാതെ മണിക്കൂറുകളോളം ഡോക്ടർമാർ ജോലി ചെയ്യേണ്ടി വരുന്നു. പരാതിപ്പെട്ടാൽ ജോലി പോകുമെന്ന ഭയവും. ഈ പശ്ചാത്തലത്തിൽ ആശുപത്രികളിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു.
അത്യാഹിത വിഭാഗങ്ങളിൽ കൂടുതൽ സുരക്ഷാ ജീവനക്കാരെ വിന്യസിക്കണം. ലഗേജുകൾ പരിശോധിച്ച് ആയുധങ്ങൾ ആശുപത്രിക്കുള്ളിലേക്ക് കടത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. ഡോക്ടർമാർക്കും നഴ്സുമാർക്കും പ്രത്യേകം വിശ്രമമുറികൾ വേണം. ആൺപെൺ ഭേദമുണ്ടാവണം തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. കൊൽക്കത്ത സംഭവത്തിൽ ആശുപത്രിയുടെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ ഓരോന്നായി കോടതി എണ്ണമിട്ടു പറഞ്ഞു. മൃഗീയ കൊലപാതകത്തെ ആത്മഹത്യയാക്കാനാണ് ശ്രമിച്ചത്. പുലർച്ചെയാണ് കൊലപാതകം നടന്നതെങ്കിൽ FIR രജിസ്റ്റർ ചെയ്തത് രാത്രിയാണ്. അതും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തതിന് ശേഷം. സംസ്ഥാനത്ത് ക്രമസമാധാന തകർച്ചയുണ്ടെന്ന് കേന്ദ്രം ചൂണ്ടിക്കാട്ടിയപ്പോൾ 7000-ഓളം അക്രമികൾക്ക് ആശുപത്രിയിൽ തള്ളിക്കയറാനായത് പോലീസിന്റെ വീഴ്ചയാണെന്നും കോടതി നിരീക്ഷിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുക്കാനാകില്ലെന്ന് പോലീസ്. 4 വർഷം മുമ്പ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് DGPക്ക് കൈമാറി. ഒരു വ്യക്തിയെക്കുറിച്ചോ അക്രമം നടന്ന സ്ഥലമോ സാഹചര്യമോ റിപ്പോർട്ടിലില്ലെന്ന് വിലയിരുത്തിയാണ് റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ട് പോലീസ് ആസ്ഥാനത്തെ രഹസ്യ സെക്ഷനിലേക്ക് മാറ്റി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിയമപരമായ തുടർ നടപടികൾ ഒന്നും സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും സിനിമാ മേഖലയിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്കാണ് റിപ്പോർട്ട് തുടക്കം ഇട്ടിരിക്കുന്നത്. ചലച്ചിത്ര മേഖലയിലെ നീതിനിഷേധങ്ങൾ തടയാൻ സ്വതന്ത്ര സംവിധാനം വേണം എന്നതടക്കം നിർദ്ദേശങ്ങൾ അവഗണിക്കാൻ സർക്കാരിന് കഴിഞ്ഞേക്കില്ല. അതേസമയം സംസ്ഥാനത്ത് സിനിമാ നയ രൂപീകരണത്തിന് കൺസൾട്ടൻസി ഉണ്ടാക്കാൻ സാംസ്കാരിക വകുപ്പ് 1 കോടി രൂപ അനുവദിച്ചു. മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് വിവരങ്ങൾ ശേഖരിക്കാനാണ് കൺസൾട്ടൻസി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് സർക്കാർ നടപടി. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനാണ് തുക ആവശ്യപ്പെട്ടത്. ഈ മാസം 5-നാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ MD മന്ത്രി സജി ചെറിയാൻ ഇത് സംബന്ധിച്ച കത്ത് നൽകിയത്. തുടർന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തുക അനുവദിച്ചു. മദ്യവും മയക്കുമരുന്നും ക്രിയേറ്റിവിറ്റി കൂട്ടുമെന്ന് വാദിച്ചാണ് സിനിമാ സെറ്റുകളിലെ വ്യാപക ലഹരി ഉപയോഗമെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ലഹരിയുടെ മറവിലാണ് പലപ്പോഴും ലൈംഗികാതിക്രമം അരങ്ങേറുന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. സംവിധായകൻ ഉപദ്രവിച്ചെന്ന് തുറന്നു പറഞ്ഞ നടിയെ സഹപ്രവർത്തകർ നിശബ്ദരാക്കി. പുതിയ കാലത്ത് സ്ത്രീകളുടെ വസ്ത്രധാരണം ശരിയല്ലെന്നാണ് കമ്മിറ്റി അംഗം നടി ശാരദയുടെ അഭിപ്രായം. സിനിമ മുന്നോട്ടു പോവാൻ അങ്ങനെ ചെയ്യണമെന്നായിരുന്നു ന്യായം. പുതുമുഖങ്ങളായെത്തുന്നവരാണ് ചതിക്കുഴികളിൽ പെടുന്നത്. ചതിയെന്ന് തിരിച്ചറിയുമ്പോഴേക്കും വൈകിപ്പോകും. സൂപ്പർ സ്റ്റാറുകളുടെ മാർക്കറ്റ് വാല്യൂ പെരുപ്പിച്ചു കാട്ടാൻ ഫാൻസ് അസോസിയേഷനുകളുണ്ട്. പണം കൊടുത്ത് പലരെയും അംഗങ്ങളാക്കും. ഈ ഫാൻസ് അസോസിയേഷനുകൾ മറ്റുള്ളവരെ താറടിച്ചു കാണിക്കും. പണ്ട് തിയേറ്ററുകളിൽ കൂവി തോൽപ്പിക്കും. ഇപ്പോൾ അത് സൈബർ ബുള്ളിംഗ് ആണ്. ഈ സൂപ്പർ സ്റ്റാറുകളാണ് പിന്നെ നിർമ്മാതാക്കൾക്ക് പോലും സംവിധായകനെ കിട്ടണമോ സിനിമ കിട്ടണമോ എന്ന് തീരുമാനിക്കുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട ജോലി സ്ഥലങ്ങളിൽ മദ്യവും മയക്കുമരുന്നും പൂർണ്ണമായി നിരോധിക്കണമെന്നാണ് ഹേമ കമ്മിറ്റി നിർദ്ദേശിക്കുന്നത്. തുല്യവേതനവും മെച്ചപ്പെട്ട വേതനവും മത്സലകുമാരി നിർദ്ദേശിക്കുന്നു. സിനിമാ മേഖലയിലെ ചൂഷണം സംബന്ധിച്ച് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ സർക്കാർ പുറത്തുവിട്ട ഭാഗം തന്നെ ഞെട്ടിക്കുന്ന, പുറത്തുവിടാത്ത ഭാഗം വേറെ നിൽക്കുകയാണ്. സിനിമാ മേഖലയിൽ ലൈംഗിക ചൂഷണവും ക്രിമിനൽ വൽക്കരണവും അരാജകത്വവും അതുപോലെ ഉള്ള സംഭവങ്ങളും നടക്കുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ്. കാരണം ഇത് വ്യാപകമായിരിക്കുകയാണ് ചൂഷണം എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതിനേക്കാൾ നമ്മളെ വിഷമിപ്പിക്കുന്നത് 4.5 വർഷക്കാലം ഇതുപോലത്തെ ഒരു റിപ്പോർട്ട് കയ്യിൽ വെച്ചത് പുറത്തു വയ്ക്കാതെ അതിനു മീതെ സർക്കാർ എന്തിനടയിരുന്നു എന്ന ചോദ്യമാണ്. ഇത്രയും ഈ സ്ത്രീ അനുകൂല വർത്തമാനം മാത്രം പറയുന്ന, സ്ത്രീപക്ഷ വർത്തമാനം മാത്രം പറയുന്ന ആളുകൾ അധികാരത്തിലിരിക്കുമ്പോൾ ഇത്രമാത്രം വലിയൊരു സ്ത്രീ വിരുദ്ധത നടന്നിട്ട് അതിനെ സംബന്ധിച്ച് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ആ റിപ്പോർട്ട് പുറത്തുവിടാതെ ഇരുന്നത് ആരെ രക്ഷിക്കാനാണ്, ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ടിൻ്റെ മീതെ അടയിരുന്നത്? എന്തിനാണ് ഇങ്ങനെ ഒരു കമ്മീഷൻ വെച്ചത്? ആ കമ്മീഷൻ ഇതുപോലെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നിട്ട് 4.5 വർഷക്കാലം എന്ത് ചെയ്യുകയായിരുന്നു സർക്കാർ? അടിയന്തരമായി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ശുപാർശകളിന്മേൽ നടപടിയെടുക്കണം. ഒന്ന്. രണ്ടാമത്, ഈ പറയുന്ന ലൈംഗിക ചൂഷണത്തിനും ക്രിമിനൽ വൽക്കരണത്തിനും അനാവശ്യമായ ലഹരി ഉപയോഗങ്ങളും എല്ലാത്തിനുമെതിരായിട്ടുള്ള അന്വേഷണം നടക്കണം. ലൈംഗിക ചൂഷണത്തിനെതിരായി സീനിയർ IPS, വനിതാ IPS ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം, അടിയന്തരമായിട്ട് അന്വേഷിക്കണം. എത്ര വലിയ കൊമ്പന്മാരാണെങ്കിലും എത്ര വലിയ ആളുകളാണെങ്കിലും സ്ത്രീ വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുള്ള, ലൈംഗിക ചൂഷണം നടത്തിയിട്ടുള്ള ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അതൊരു സർക്കാരിൻ്റെ ചുമതലയാണ്. ഒരു സർക്കാരിൻ്റെ കയ്യിൽ ഇത്രമാത്രം
തെളിവോട് കൂടിയ മൊഴികളോട് കൂടിയ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ട് അതിന്മേൽ അത് കോൾഡ് സ്റ്റോറേജിൽ വെച്ചത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. സർക്കാർ ചെയ്തത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. അത് ആർക്ക് വേണ്ടിയിട്ടാണ്, ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഗവൺമെന്റ് വ്യക്തമാക്കേണ്ടത്. ഇതൊരു അപകടകരമായ രീതിയാണ്. ഏതു തൊഴിൽ മേഖലയിലും ഇത്തരം ചൂഷണം നടക്കാൻ പാടില്ല. ഒരു സർക്കാർ ഓഫീസിലാണ് ഇതുപോലെ ഒരു ചൂഷണം നടക്കുന്നതെങ്കിൽ വാക്കുകൾ കൊണ്ട് പോലും പറഞ്ഞാൽ അതിനെതിരായി കേസെടുക്കണമെന്നാണ്. ഇത് വ്യാപകമായ തോതിൽ അവസരങ്ങൾ നൽകാനും അവസരങ്ങൾ നിഷേധിക്കാനും ധാരാളമായി ഇത് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ്. ഇത് പലരുടെയും പല സിനിമയിൽ അഭിനയിക്കുന്നവരും അതുമായി ബന്ധപ്പെട്ടവരുടെയും അഭിനയിക്കുന്ന സ്ത്രീകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട്. അല്ലാതെ ആകാശത്ത് നിന്നുള്ള റിപ്പോർട്ടല്ല. ഇത് മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്, സ്ത്രീകളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടാണ്. ആ മൊഴികൾ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി, റിപ്പോർട്ടിന്റെ അനക്ഷരായി ആ മൊഴികളുണ്ട്. ഇപ്പൊ പുറത്തുവിടാതിരിക്കുന്ന ഭാഗം അത് അത്രയും സംബന്ധിച്ച വാർത്തകളാണ്. എന്നിട്ട് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? ഇത്രയും ഒരു റിപ്പോർട്ട് വന്നിട്ട് ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിലാണ് ഇങ്ങനെ ഒരു ലൈംഗിക ചൂഷണം നടക്കുന്നതെങ്കിൽ നടപടിയെടുക്കില്ലേ? എത്രയോ ആളുകൾ നടപടിയെടുത്തിരിക്കുന്നു. ലൈംഗിക ചുവയോടുകൂടി നോക്കിയാൽ അല്ലെങ്കിൽ ദ്വയാർത്ഥം വരുന്ന പ്രയോഗങ്ങൾ നടത്തിയാൽ പോലും കേസെടുക്കാനുള്ള വകുപ്പുണ്ട്. ഇതിൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിൽ പോക്സോ കേസ് അടക്കം എടുക്കാനുള്ള നടപടികളാണ് ഉള്ളത്. അത്രമാത്രം വലിയ ക്രിമിനൽ കുറ്റങ്ങളാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ അടിയന്തരമായി അത് അന്വേഷിച്ച് കുറ്റക്കാരായ ആളുകളുടെ പേരിൽ നടപടിയെടുക്കണം. മുഖം നോക്കാതെ നടപടിയെടുക്കണം. ഏത് തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് സുരക്ഷയോടുകൂടി ജോലി ചെയ്യാനുള്ള അവസരമുണ്ടാകണം. ഇത് അനീതിയാണ്, ഇത് വിവേചനമാണ്. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രംഗത്ത് മലയാളത്തിന് തന്നെ, കേരളത്തിന് തന്നെ അപമാനകരമായ കാര്യമാണ്. ഒരു തൊഴിലിടത്തിൽ സ്ത്രീകൾക്ക് അഭിമാനത്തോടു കൂടി ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് എന്ന് പറയുകയും അറിയുകയും ചെയ്തിട്ട് സർക്കാർ അതിൽ മൗനം പാലിച്ചതും ഗുരുതരമായ തെറ്റാണ്. അന്വേഷണം നടത്തിയേ മതിയാവും. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എംപോക്സ് അതിതീവ്രമായി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലും അതീവ ജാഗ്രതാ നിർദ്ദേശം. ഇന്ത്യയിൽ കുരങ്ങുപനി ലക്ഷണങ്ങളോടെ എത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാരെ നിരീക്ഷിക്കണമെന്നും ഇവർക്ക് ചികിത്സ ഉറപ്പാക്കണമെന്നാണ് കേന്ദ്രം വിമാനത്താവളത്തിലും അതിർത്തിയിലും നൽകിയിരിക്കുന്ന നിർദ്ദേശം. എംപോക്സ് രോഗികളെ ക്വാറന്റൈൻ ചെയ്യുന്നതിനും ചികിത്സിക്കുന്നതിനുമുള്ള ദില്ലിയിൽ 3 സർക്കാർ ആശുപത്രികളിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. റാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റൽ, സഫ്ദർജംഗ് ഹോസ്പിറ്റൽ, ലേഡി ഹാർഡിംഗ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലാണ് ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. എംപോക്സ് കേസുകൾ കൈകാര്യം ചെയ്യാൻ ആശുപത്രികൾ സജ്ജമായിരിക്കണമെന്ന് കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങളോടും ആവശ്യപ്പെട്ടു. ഈ ആശുപത്രികളെ നോഡൽ സെന്ററുകളായി നിയോഗിക്കുകയും വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുകയും ചെയ്യണം. നിലവിൽ രാജ്യത്ത് നിന്ന് ഒരു പോക്സ് കേസും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൂടുതൽ വൈറൽ സ്വഭാവമുള്ളതും പകരാൻ സാധ്യതയുള്ളതുമാണെന്നാണ് റിപ്പോർട്ടുകൾ. അതിനാൽ കടുത്ത ജാഗ്രത വേണമെന്ന് കേന്ദ്ര ആരോഗ്യ വകുപ്പ് സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. രോഗനിർണയത്തിന് ടെസ്റ്റിംഗ് ലാബുകൾ സജ്ജമാണെന്ന് ഉറപ്പാക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. നിലവിൽ രാജ്യത്തെ 32 ലബോറട്ടറികളിൽ എംപോക്സ് പരിശോധിക്കാൻ സജ്ജമാണ്. കനത്ത ജാഗ്രത വേണമെന്നാണ് വിമാനത്താവളങ്ങൾക്കും രാജ്യാതിർത്തികളിലും കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ അതിർത്തികളും ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം. എംപോക്സ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആഗോളതലത്തിൽ ലോകാരോഗ്യ സംഘടന പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. ആഫ്രിക്കയിലെ കോങ്കോയിലാണ് രോഗം ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ പിടിമുറുക്കിയത്. കോങ്കോയുടെ അയൽ രാജ്യങ്ങളായ കെനിയ, ഉഗാണ്ട, റുവാണ്ട എന്നിവിടങ്ങളിലേക്കും എംപോക്സ് വ്യാപനം അതിതീവ്രമായതോടെയാണ് ലോകാരോഗ്യ സംഘടന ആഗോളതലത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും ഉയർന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളിലൊന്നാണ് ആരോഗ്യ അടിയന്തരാവസ്ഥ. H1N1, പന്നിപ്പനി, പോളിയോ വൈറസ്, സിഗ വൈറസ്, എംബോള, കോവിഡ്, എംപോക്സ് എന്നിവയ്ക്കെതിരെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗാസയിൽ വെടിനിർത്തലിനുള്ള അവസാന അവസരമാണിതെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും ബന്ദികളെ വിട്ടയക്കാനുമുള്ള ഏറ്റവും മികച്ചതും അവസാനത്തേതുമായ അവസരമാണ് നിലവിലുള്ളതെന്ന് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. ടെല്ലവീവിൽ ഇസ്രായേൽ പ്രസിഡന്റ് ഇസാഖ് ഹെർസോഗുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഇത് നിർണായക നിമിഷമാണ്. ബന്ദികളെ വിട്ടയക്കാനും വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തുന്നതിനുമുള്ള
ഏറ്റവും മികച്ചതും അവസാനത്തേതുമായ അവസരമാണിത് എന്നും ബ്ലിങ്കൻ പറഞ്ഞു. ഗാസ സംഘർഷം ആരംഭിച്ചതിന് ശേഷം 9ാം തവണയാണ് വെടിനിർത്തൽ കരാർ ചർച്ചകൾക്കായി US സ്റ്റേറ്റ് സെക്രട്ടറി മിഡിൽ ഈസ്റ്റിലെത്തുന്നത്. അമേരിക്കയുൾപ്പെടെ മധ്യസ്ഥർ ചർച്ചയിൽ പുരോഗതിയുണ്ടെന്ന് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചതിനു പിന്നാലെയാണ് ബ്ലിങ്കന്റെ സന്ദർശനം. എന്നാൽ കരാറിലെ പുതിയ നിർദ്ദേശങ്ങളിൽ ഹമാസ് കടുത്ത അതൃപ്തിയാണ് അറിയിച്ചിരിക്കുന്നത്. ഇസ്രായേലും പുതിയ നിർദ്ദേശത്തിൽ തൃപ്തരല്ല. പല നിർദ്ദേശങ്ങളിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നാണ് ഇസ്രായേൽ നിലപാട്. ലെബനനിലെ ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡറുടെ വധത്തിനു ശേഷം മേഖലയാകെ സംഘർഷം വ്യാപിച്ചേക്കുമെന്ന ആശങ്കയ്ക്കിടെയാണ് US സ്റ്റേറ്റ് സെക്രട്ടറി എത്തിയിരിക്കുന്നത്. ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഹമാസ് നേതൃത്വത്തിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ 40,000-ൽ അധികം ആളുകളാണ് കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം മാത്രം ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി അഴിമതി കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് ഹൈക്കോടതിയിൽ നിന്ന് താൽക്കാലിക ആശ്വാസം. ഓഗസ്റ്റ് 29 വരെ കേസിൽ സെഷൻസ് കോടതിയിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. മുട അഴിമതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഗവർണറുടെ പ്രോസിക്യൂഷൻ നോട്ടീസ് സ്വീകരിച്ചതോടെയാണ് കേസിന്റെ തുടക്കം. ഈ നോട്ടീസിനെ ചോദ്യം ചെയ്ത് സിദ്ധരാമയ്യ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകി. ഹർജിയിൽ വാദം കേട്ടതിനെ തുടർന്ന് കേസ് ഓഗസ്റ്റ് 29 മാറ്റിവെക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചു. ഇക്കാലയളവിൽ കേസുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ പുറപ്പെടുവിക്കരുതെന്ന് സെഷൻസ് കോടതിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹൈക്കോടതി കൂടുതൽ നിർദ്ദേശം നൽകുന്നതുവരെ സിദ്ധരാമയ്യക്കെതിരായ നിയമ നടപടികളെ ഈ നീക്കം ഫലപ്രദമായി വൈകിപ്പിക്കും. ഓഗസ്റ്റ് 29 മുമ്പ് സെഷൻസ് കോടതി കേസിൽ വിധി പറഞ്ഞാൽ അത് ഹൈക്കോടതിയുടെ നിലവിലെ നടപടികൾ അസാധുവാക്കിയേക്കും. സ്നേഹമയി കൃഷ്ണയും TJ എബ്രഹാമും നൽകിയ സ്വകാര്യ ഹർജിയുമായി ബന്ധപ്പെട്ട എല്ലാ വാദം കേൾക്കലും ഓഗസ്റ്റ് അവസാനം വരെ മാറ്റിവെക്കാൻ ജനപ്രതിനിധികളുടെ പ്രത്യേക കോടതിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹൈക്കോടതി തുടർവിധി പുറപ്പെടുവിക്കുന്നതുവരെ മുഡ കുംഭകോണവുമായി ബന്ധപ്പെട്ട് സിദ്ധരാമയ്യയ്ക്ക് ഉടനടി നിയമപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകില്ലെന്നാണ് ഈ തീരുമാനത്തിന്റെ അർത്ഥം. മലയാളിയായ TJ എബ്രഹാം, പ്രദീപ് കുമാർ, സ്നേഹമയി കൃഷ്ണ എന്നിവരാണ് സിദ്ധരാമയ്യക്കെതിരായി പരാതി നൽകിയത്. സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതി മൈസൂരു വികസന അതോറിറ്റിയുടെ ഭൂമി അനധികൃതമായി കയ്യേറിയെന്നാണ് ആരോപണം. അതേസമയം സംസ്ഥാനത്ത് രാഷ്ട്രീയ അസ്ഥിരതയുണ്ടാക്കാനും ഭരണം തടസ്സപ്പെടുത്താനുമാണ് ഗവർണർ ശ്രമിക്കുന്നതെന്നാണ് സിദ്ധരാമയ്യയുടെ വാദം. വയനാട് ദുരന്തത്തിന് ഇരയായവരുടെ കടം എഴുതിത്തള്ളുന്നത് പരിശോധിക്കാൻ ബാങ്കുകൾക്ക് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി നിർദ്ദേശം. മരിച്ച കുടുംബങ്ങളുടെയും കുടുംബനാഥനും കുടുംബനാഥയും മരിച്ചവരുടെയും കണക്കുകൾ ശേഖരിക്കാനും SLBC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൃഷി വായ്പകൾക്കും ചെറുകിട ഇടത്തരം സംരംഭ വായ്പകൾക്കും മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സമയത്ത് തിരിച്ചടവ് ആവശ്യമില്ല. കൃഷിയോഗ്യമല്ലാതായ ഭൂമിയുടെ മേലുള്ള വായ്പയിൽ അതത് ബാങ്കുകൾ തീരുമാനമെടുക്കും. ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനുള്ള നടപടികളും ലഘൂകരിക്കും. ദുരന്തബാധിത മേഖലയിലെ 12 ബാങ്കുകളിലായി 35 കോടി രൂപയാണ് ആകെ വായ്പാ ബാധ്യത. കൃഷി MSME വായ്പയാണ് ഇതിലധികവും. 2460 പേർക്ക് കാർഷിക വായ്പയായി 19.8 കോടിയും 245 പേർക്ക് മറ്റിത്തര വായ്പയായി 3.3 കോടിയും റീറ്റെയിൽ വായ്പയായി 515 പേർക്ക് 12.47 കോടിയുമാണ് ആകെ വായ്പ നൽകിയിരിക്കുന്നത്. വയനാട് മുണ്ടക്കായ് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് നൽകിയ അടിയന്തര ധനസഹായം തട്ടിയെടുത്ത കേരള ഗ്രാമീൺ ബാങ്കിന്റെ നടപടിക്കെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ രംഗത്തെത്തിയിരുന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിളിച്ചു ചേർത്ത സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് സമിതി യോഗത്തിലാണ് മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചത്. ദുരിതബാധിതർക്ക് സർക്കാർ നൽകിയ ധനസഹായത്തിൽ നിന്നാണ് കേരള ഗ്രാമീൺ ബാങ്ക് വായ്പാ തിരിച്ചടവിന്റെ ഗഡുക്കൾ അവരുടെ സമ്മതമില്ലാതെ പിടിച്ചത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ മുഖ്യമന്ത്രി ഇടപെടുകയും തുടർന്ന് ബാങ്ക് പിടിച്ച തുക തിരിച്ചു നൽകാൻ കളക്ടർ ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. വയനാട് ദുരിതബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ ബാങ്കുകൾ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 23-ന് യുക്രൈൻ സന്ദർശിക്കുമെന്ന് സ്ഥിരീകരിച്ച വിദേശകാര്യ മന്ത്രാലയം. ആഴ്ചകളോളം നീണ്ടുനിന്ന ഊഹാപോഹങ്ങൾക്ക് ശേഷമാണ് മോദിയുടെ യുക്രൈൻ സന്ദർശനം വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. 2022 ഫെബ്രുവരിയിൽ യുക്രൈൻ റഷ്യൻ അധിനിവേശം ആരംഭിച്ചതിനു ശേഷം അവിടം സന്ദർശിക്കുന്ന മുതിർന്ന ഇന്ത്യൻ നേതാവാണ് മോദി. 30 വർഷത്തിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ യുക്രൈൻ സന്ദർശനം കൂടിയാണ് ഇത്.
ജൂണിൽ ഇറ്റലിയിൽ നടന്ന G7 ഉച്ചകോടിയിൽ വച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ജപ്പാനിലെ ഹിരോഷിമയിൽ നടന്ന G7 ഉച്ചകോടിക്കിടെയും ഇവർ കണ്ടുമുട്ടി. യുക്രൈനു പുറമെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ടിലും സന്ദർശനം നടത്തും. ഓഗസ്റ്റ് 21, 22 തീയതികളിലാണ് പോളണ്ട് സന്ദർശനം. ഇന്ത്യയും പോളണ്ടും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 70ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് സന്ദർശനം. ഇവിടുത്തെ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മോദി യുക്രൈനിലേക്ക് യാത്ര തിരിക്കുക. അതേസമയം പോളണ്ടിൽ നിന്ന് ട്രെയിൻ മാർഗമായിരിക്കും മോദി യുക്രൈൻ തലസ്ഥാനമായ കീവിലേക്ക് പോവുക. യുക്രൈൻ അതിർത്തിയിലുള്ള പോളണ്ടിലെ പെരസ്മിസ് ഹൊലോവിനിയ നഗരത്തിൽ നിന്ന് യുക്രൈന്റെ റെയിൽ ഫോഴ്സ് 1 ട്രെയിനിലായിരിക്കും യാത്ര. ഓഗസ്റ്റ് 22 രാത്രി ഇവിടെ നിന്ന് പുറപ്പെട്ട 10 മണിക്കൂർ യാത്ര ചെയ്ത് 23 രാവിലെയോടെ മോദി യുക്രൈൻ തലസ്ഥാനമായ കീവിൽ എത്തും. റഷ്യൻ ആക്രമണത്തിൽ റെയിൽവേയുടെ വൈദ്യുത ശൃംഖലകൾ തകർന്നതിനാൽ തന്നെ ഡീസൽ ലോക്കോമോട്ടീവായിരിക്കും ട്രെയിൻ യാത്രയ്ക്ക് ഉപയോഗിക്കുക. കീവ് നഗരത്തിൽ ഏകദേശം 7 മണിക്കൂർ നേരം മോദി സന്ദർശനം നടത്തുമെന്നാണ് റിപ്പോർട്ട്. ഇതിനുശേഷം ട്രെയിൻ മാർഗം തന്നെ അദ്ദേഹം പോളണ്ടിലേക്ക് തിരിച്ചെത്തും. മോദിയുടെ സന്ദർശനത്തിനിടെ യുക്രൈനുമായി വിവിധ വിഷയങ്ങളിൽ ചർച്ച നടക്കും. സാമ്പത്തികം, വാണിജ്യബന്ധം, കൃഷി, അടിസ്ഥാന സൗകര്യ വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഫാർമസ്യൂട്ടിക്കൽ, പ്രതിരോധം, ഉഭയകക്ഷി ബന്ധം തുടങ്ങിയ വിഷയങ്ങളിലായിരിക്കും മോദിയും സെലൻസ്കിയും സമഗ്രമായ ചർച്ചകൾ നടത്തുക. റഷ്യയുമായുള്ള യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്താനുള്ള വാദവും യുക്രൈന് മുന്നിലേക്ക് ഇന്ത്യ വയ്ക്കാൻ സാധ്യതയുണ്ട്. ഈ വർഷം ജൂണിൽ സ്വിറ്റ്സർലൻഡ് ആതിഥേയത്വം വഹിച്ച യുക്രൈൻ സമാധാന ഉച്ചകോടിയിൽ ഇന്ത്യ പങ്കെടുത്തിരുന്നു. 2022 ആരംഭിച്ച യുദ്ധത്തിനു പിന്നാലെ ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി യുക്രൈനിൽ നിന്ന് 18,000-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ് കേന്ദ്ര സർക്കാർ ഒഴിപ്പിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ പ്രതികരിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടത് പരിഷ്കൃത സമൂഹത്തിന്റെ പ്രധാന ഉത്തരവാദിത്തമാണെന്നും സർക്കാർ ഫലപ്രദമായ ഇടപെടലുകളിലേക്കാണ് നീങ്ങുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഒന്നും മറച്ചുവെക്കാനില്ലാതെ കോടതിയുടെ സാങ്കേതികമായ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു എന്ന് വന്നതോടുകൂടി ഇപ്പോഴും പൊതുജനങ്ങളുടെ മുമ്പിലേക്കത് എത്തിയിരിക്കുകയാണ്. തീർച്ചയായും സമൂഹത്തിൻ്റെ പരിച്ഛേദം പോലെ പുരുഷ മേധാവിത്വ സമൂഹമാണ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഫ്യൂഡൽ ജീർണത അവസാനിക്കാതെ ജനാധിപത്യപരമായ സംവിധാനത്തിലേക്ക് പോലും പൂർണ്ണമായി എത്തിച്ചേരാത്ത ഒരു സമൂഹം. ആ സമൂഹത്തിൻ്റെ ജീർണത മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും തുല്യത ഈ രാജ്യം, പ്രത്യേകിച്ച് കേരളം, ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. ആ തുല്യതയ്ക്കു വേണ്ടിയുള്ള പോരാട്ടം സ്ത്രീകൾ മാത്രമല്ല, ഈ ജനാധിപത്യ സമൂഹം ഒന്നടങ്കം ഒറ്റക്കെട്ടായി പൊരുതി നേടേണ്ടുന്ന ഒന്നാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് വളരെയേറെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് ഏത് പരിഷ്കൃത സമൂഹത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ഗവൺമെൻറ്റും ആ രീതിയിലുള്ള ഫലപ്രദമായ ഇടപെടലിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പൂർണ്ണമായ പിന്തുണ ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ് സ്ത്രീവിരുദ്ധ സമൂഹമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു കൃത്യതയോടുകൂടി പറഞ്ഞാൽ അതിൻ്റെ മുഖമുദ്ര. സ്ത്രീവിരുദ്ധതയാണ്, പുരുഷ മേധാവിത്വപരമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ തീർച്ചയായും പടിപടിയായി ജനാധിപത്യവൽക്കരണത്തിലേക്കുള്ള നീക്കം ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ആര് വിചാരിച്ചാലും അത് തടഞ്ഞു വെക്കാൻ സാധിക്കുന്നതല്ല. സർക്കാരിന് ഒരു സംശയമില്ല, സർക്കാർ ജനങ്ങളുടെ ഒപ്പമാണ്. അതുപോലെ തന്നെ ഈ തുല്യതയ്ക്ക് വേണ്ടിയിട്ടാണ്, അതുപോലെ സ്ത്രീ സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ പ്രവർത്തിക്കുക. അതിൻ്റെ എല്ലാ പ്രഖ്യാപിത നിലപാടുകളും അങ്ങനെയാണ്. കേരളം ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ഇക്കാര്യം കൈകാര്യം ചെയ്തു. സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. തുല്യത, സമത്വം, സ്ത്രീകളെ ഉന്നതിയിൽ എത്തിക്കുക എന്നതാണ് സർക്കാർ നിലപാട്. സ്ത്രീ സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിക്കുകയെന്നും CPIM സെക്രട്ടറി കൂട്ടിച്ചേർത്തു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. സിനിമാ നയ രൂപീകരണത്തിന് കോൺക്ലേവ് സംഘടിപ്പിക്കാനാണ് തീരുമാനം. 3 ദിവസം നീണ്ടു നിൽക്കുന്ന കോൺക്ലേവ് നവംബറിൽ കൊച്ചിയിൽ നടക്കും. ഇതിനായി സാംസ്കാരിക വകുപ്പ് മുന്നൊരുക്കങ്ങൾ സജീവമാക്കും.
സിനിമയിലെ എല്ലാ തൊഴിൽ മേഖലകളെയും പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാകും കോൺക്ലേവ് സംഘടിപ്പിക്കുക. KSIDCക്കാണ് നയരൂപീകരണത്തിന്റെ ചുമതല. കോൺക്ലേവിന് മുമ്പ് സിനിമയിലെ സംഘടനകളുമായി ചർച്ച നടത്തുകയും കരട് നയരേഖ തയ്യാറാക്കുകയും ചെയ്യും. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിലാകും നയരൂപീകരണം. സ്ത്രീവിരുദ്ധതയാണ് ഇന്ത്യൻ സമൂഹത്തിന്റെ മുഖമുദ്രയെന്നും പടിപടിയായി ജനാധിപത്യവൽക്കരണത്തിലേക്കുള്ള നീക്കം ഉണ്ടാകുമെന്ന് പറഞ്ഞ അദ്ദേഹം ആര് വിചാരിച്ചാലും അത് തടഞ്ഞുവെക്കാൻ കഴിയില്ലെന്നും വ്യക്തമാക്കി. അതിനിടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സാംസ്കാരിക വകുപ്പും സർക്കാരും ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ഇതിൽ ഗതാഗത മന്ത്രിക്ക് കാര്യമില്ലെന്നും മന്ത്രി KB ഗണേഷ് കുമാർ വ്യക്തമാക്കി. സിനിമാ നടൻ കൂടിയായ മന്ത്രി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച പരാമർശങ്ങളിൽ കൂടുതൽ പ്രതികരിക്കാനും തയ്യാറായില്ല. എന്തെങ്കിലും പറഞ്ഞ് വിവാദത്തിനില്ലെന്നും ചില കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് ചാടേണ്ടെന്നും മന്ത്രി പറഞ്ഞു. WCC ആളുകളെ ഞാൻ വിളിച്ച് സംസാരിച്ചു എന്ന് മാത്രമല്ല, അതിനുശേഷം വനിതാ കമ്മീഷനെ കൊണ്ട് വിളിപ്പിച്ചു ട്രിവാൻഡ്രത്ത്. അവർ വന്നപ്പോൾ പിന്നെ സമയം കിട്ടി, അവരൊരു ദിവസം ഫുൾ ടൈം ചർച്ച ചെയ്തു. അവരുടെ വനിതാ കമ്മീഷൻ ചർച്ച ചെയ്തുണ്ടാക്കിയ ആ രേഖ നമ്മുടെ മുമ്പിൽ വന്നു. ഇവർ മാത്രമായി, അതായത് ആ സിനിമാ രംഗത്ത് WCC ബന്ധപ്പെട്ട വനിതകൾ മാത്രമായി കൂടിയ യോഗത്തിൻ്റെ മിനിറ്റ്സും രേഖകളും നമ്മുടെ മുമ്പിൽ വന്നു. അതുപോലെ തന്നെ പിന്നെ അമ്മയുടെ പ്രതിനിധികളുമായിട്ട് സംസാരിച്ചു, ടെക്നീഷ്യന്മാരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു, തിയേറ്റർ ഉടമകളുമായിട്ട് സംസാരിച്ചു. വലിയൊരു പ്രക്രിയയാണ് കഴിഞ്ഞ 1.5 വർഷം നടന്നത്. അത് നിസ്സാരമായിട്ട് കാണരുത്. ആ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ഒരു സിനിമാ നയം രൂപീകരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. നയപരമായ കാര്യമാണ്. അപ്പോൾ ആ സിനിമാ പോളിസി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഷാജി എൻ കരുൺ സാറ് KSFDCയുടെ ചെയർമാൻ കൺവീനറായ ഒരു കമ്മിറ്റി, 5 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി 5 ആണോ 7 ആണോ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ കമ്മിറ്റി പഠിച്ചൊരു റിപ്പോർട്ട് ഇപ്പോൾ കൊണ്ടുവന്നു. ആ റിപ്പോർട്ട് ഞങ്ങൾ വീണ്ടും ഈ അടൂർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള സിനിമാ രംഗത്തെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ മാത്രം വിളിച്ച് ഒരു ചർച്ച നടത്തി. ആ ചർച്ച അടിസ്ഥാനത്തിൽ ചില മാറ്റകയറ്റങ്ങൾ വരുത്താൻ വേണ്ടി തീരുമാനിച്ചു. ചില മാറ്റകയറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ അവിടെ കൊടുത്തു. അത് ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ ഞങ്ങൾ ഒരു കാര്യം കൂടെ തീരുമാനിച്ചു. ഈ വന്നിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ റിപ്പോർട്ടുണ്ട്, ജസ്റ്റിസ് ഹേമയുടെ പിന്നെ ഈ പറയുന്ന നിർദ്ദേശങ്ങളും നിഗമനങ്ങളും ഉണ്ട്, പിന്നെ മറ്റ് സംഘടനകൾ പറഞ്ഞിട്ടുണ്ട്, WCC ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൂടി വെച്ചിട്ട് നമുക്കൊരു കോൺക്ലേവ് നടത്തണം. അവരെല്ലാം അക്സെപ്റ്റ് ചെയ്തു. ഒരു 2-3 ദിവസം കൊച്ചിയിൽ ഒരു കോൺക്ലേവ് നടത്തണം. അടുത്ത നവംബർ മാസത്തിലേക്ക് അത് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഏറ്റവും വേഗം, കാരണം ഈ പേപ്പറുകളെല്ലാം തയ്യാറാക്കി നമ്മൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. ആ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഡിസ്കഷൻ നടന്നിട്ട് അവരുടെ കൂടി അഭിപ്രായങ്ങൾ വിവിധ മേഖലയുള്ള ആളുകൾ, അതായത് ലൈറ്റ് ബോയ് മുതൽ നമ്മുടെ സിനിമാ രംഗത്തെ ഏറ്റവും മുതിർന്ന ആളുകൾ വരെയുള്ള എല്ലാവരുമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് ചർച്ച ചെയ്യണം. ഇന്ത്യയിലെ പ്രമുഖരായ സിനിമാ രംഗത്തെ ആളുകളെ പ്രത്യേക രീതിയിൽ ക്ഷണിക്കണം. ലോകാടിസ്ഥാനത്തിലുള്ള ആളുകളെ ക്ഷണിക്കണം. കാരണം ഇതിൻ്റെ സാങ്കേതിക മേഖല മികവുറ്റാക്കണം. അടിസ്ഥാന സൗകര്യങ്ങളിൽ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ, ഇപ്പം തന്നെ ചിത്രാഞ്ജലി 150 കോടി രൂപ ഡെവലപ്മെൻറ്റ്സ് നടക്കുകയാണ്. അതിന് 80 കോടി രൂപയുടെ പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞു. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്, ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള മാറ്റമാണ്. കൊച്ചിയിലാണ് റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. 27 തിയേറ്ററുകളിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഒരുപാട് സ്ക്രീനുകൾ പുതിയതായി വന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ തകർന്നു കിടന്ന പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തെ തിയേറ്റർ, തൃശ്ശൂരെ തിയേറ്റർ എല്ലാം നിർമ്മാണം തിരുവനന്തപുരത്ത് പൂർത്തീകരിച്ചു. അപ്പോൾ ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇപ്പോൾ ഇവർ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം, ഈ 24 കാര്യങ്ങൾ എല്ലാം തന്നെ ഒന്നൊന്നായി അതിനകത്ത് എന്താണ് അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ, അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങൾ നമുക്കത് പഠിച്ച് മാത്രമേ ചെയ്യാൻ കഴിയൂ. തീർച്ചയായിട്ടും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള നിഗമനങ്ങളും നിർദ്ദേശങ്ങളും നടപ്പാക്കാൻ ഗവൺമെൻറ് ഉത്തരവാദിത്തമുണ്ട്. ആ നടപടിക്രമങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഇപ്പോൾ 5/7/2024 ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷൻ, പഴയ വിവരാവകാശ കമ്മീഷൻ 20 കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അത് കൊടുക്കുന്ന ചെയ്തിട്ടില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അത് എതിർക്കേണ്ട കാര്യമില്ല. കാരണം ഗവൺമെൻറ് എതിർക്കാനും പറ്റില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ മന്ത്രി ആരും കസ്റ്റഡിയിലല്ല. അങ്ങനെ വന്നപ്പോൾ ഒരാൾ ഹൈക്കോടതി പോയി. 13/8/2024 ഹൈക്കോടതി പറയുന്നു, പിന്നെ സ്റ്റേ ചെയ്യുന്നു. സ്റ്റേ ചെയ്തതിന് ശേഷം ആ സ്റ്റേക്ക് ശേഷം ഹൈക്കോടതി ഹിയർ ചെയ്തപ്പോൾ ആ സ്റ്റേ വെക്കേറ്റ് ചെയ്തു. കൊടുക്കണം. ആ റിപ്പോർട്ടിൻ്റെ ഏതൊക്കെ ഭാഗം കൊടുക്കണമെന്ന് ഹൈക്കോടതിയും വിവരാവകാശ കമ്മീഷനും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ റിപ്പോർട്ട് ഹൈക്കോടതി പറഞ്ഞ തീയതിക്കുള്ളിൽ കൊടുക്കുക എന്നുള്ളത് മാത്രം. കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് പിന്നെ ഹൈക്കോടതി പറയേണ്ടത്. സ്വാഭാവികമായിട്ടും അത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ പറയുന്നത് ഒരുപാട് അതിനകത്ത് കുറ്റകരമായ കുഴപ്പങ്ങൾ ഉണ്ട്. ആ റിപ്പോർട്ട് സ്ത്രീവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ നടന്നിരിക്കുന്നു, ഈ രംഗത്ത് നടന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് നിങ്ങൾ പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച ഭാഗം നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഫാക്ട്സ്, ആ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തുടർ നടപടികളിലേക്ക് ഗവൺമെൻറ് പോകേണ്ട ഭാഗം ഉണ്ടെങ്കിൽ അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് തുടർ നടപടിയിലേക്ക് പോകും. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റാൻഡ്. ഗാസ മുനമ്പിൽ നിന്ന് ബന്ദികളാക്കപ്പെട്ട 6 പേരുടെ മൃതദേഹം കണ്ടെത്തിയതായി ഇസ്രായേൽ സൈന്യം. ഒക്ടോബറിൽ ഹമാസ് ബന്ദികളാക്കിയ 6 പേരുടെ മൃതദേഹങ്ങളാണ്
ഗാസ മുനമ്പിലെ ഖാൻ യൂനിസ് മേഖലയിൽ നിന്ന് കണ്ടെത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യം ഇന്നലെ അറിയിച്ചത്. മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതായാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വാദം. ഇവരുടെ പേരുകളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. ഇസ്രായേൽ സുരക്ഷാ ഏജൻസിക്കൊപ്പമുള്ള രക്ഷാപ്രവർത്തനത്തിനിടയിലാണ് കണ്ടെത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചത്. വെടിനിർത്തൽ ധാരണയ്ക്കായി നയതന്ത്ര ചർച്ചകളുടെ അടുത്ത റൗണ്ട് അടുത്ത ആഴ്ച ദോഹയിൽ നടക്കാനിരിക്കെയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ അവകാശവാദം. യാഗീവ് ബച്ച്താപ്, അലക്സാണ്ടർ ഡാൻസിംഗ്, അബ്രഹാം മുണ്ടർ, യോറാം മെറ്റ്സഗർ, നാദാവ് പോപ്പിൽവെൽ, ഹെം പെറി എന്നിവരുടെ മൃതദേഹങ്ങളാണ് നിലവിൽ കണ്ടെത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചത്. ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും ബന്ദികളെ വിട്ടയക്കാനുമുള്ള ഏറ്റവും മികച്ചതും മിക്കവാറും അവസാനത്തേതുമായ അവസരമാണ് നിലവിലുള്ളതെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രതികരിച്ചത്. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു ഈ പ്രതികരണം. തെക്കൻ ഇസ്രായേലിൽ ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നു. ഒക്ടോബറിലെ ആക്രമണത്തിൽ 251 പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയത്. ഇതിന് പിന്നാലെ ഗാസയിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ 40,000-ലേറെ പാലസ്തീനകളാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം മധ്യ ഗാസയിലെ നുസറത്തിൽ വീട് ലക്ഷ്യമാക്കി നടന്ന ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടിരുന്നു. കുട്ടികളടക്കമുള്ളവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. ദേയർ അൽബലായിൽ 21 പേർ കൊല്ലപ്പെട്ട ആക്രമണത്തിന് പിന്നാലെയായിരുന്നു ഈ ആക്രമണം. സ്കൂളുകൾക്കും UN അഭയ കേന്ദ്രമടക്കമുള്ളവയും ഇതിനോടകം ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിന് ഇരയായിരുന്നു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.